നമ്മളെ എപ്പോഴും സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ നിർത്തണം ദൈവത്തിന്. സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ, കൃപയുടെ സ്റ്റേറ്റിൽ. ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങളൊരു കൈ അമ്മ മാത്രമേ ഉള്ളത് വീട്ടിൽ, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, നിങ്ങൾ പല ജോലിയുണ്ട്, ഒക്കെ ചെയ്യണം. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് രോഗവും വരും. എൻ്റെ മക്കളെ, ഇപ്പോഴൊന്നും നിങ്ങൾ പരാതി പറയരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിടിയിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ തട്ടിക്കഴുത്ത് കയറി അല്ലെങ്കിൽ ഭാര്യയുടെ കഴുത്തെ കയറി മക്കളോട് പറഞ്ഞ് നീ കണ്ണ് കാണാൻ പാടില്ല, നീ മനുഷ്യനാണെന്നൊക്കെ ഒരു അക്ഷരം വേണ്ടരുത്. കൃപയുടെ ടാപ്പിംഗ് ടൈമാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈം ആകുമ്പോൾ ക്രിസ്തുവിനോട് മാത്രമേ നിങ്ങൾക്ക് സംവേദിക്കേണ്ട കാര്യമുള്ളൂ. മറ്റതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യണ ക്രമീകരണങ്ങളല്ലേ. അപ്പോൾ കൊണ്ട് ഗ്രേസ്, അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ഗോഡാണത് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് ഗോഡ് അടിക്കണ സമയത്ത് മൗനമായിരിക്കണം. ഇപ്പം കർത്താവ് നുകം വെക്കുമ്പോഴേ 3:28 വിലാപം പുസ്തകം എടുത്തേ. 3:27 വിലാപങ്ങൾ 3:27-28. വിലാപങ്ങൾ 3:27-28. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. നല്ലതാണെന്നാ പറയണത്. നുകമേ, ഭാരം നല്ലതാണെന്ന് ഒരു ലോകത്തിലെ ഒരു മതപുസ്തകവും പറയത്തില്ല. ഇത് കൃപയുടെ പുസ്തകമായത് കൊണ്ടാണ് പറയണത്. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി. നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. എന്നുവെച്ചാൽ വിളിച്ച് കൂവരുത്. മൊബൈൽ എടുത്തിട്ട് ആൻറ്റിയോടും അമ്മയോടും നാത്തുമാരോടും വീട്ടുകാരോടും വിളിച്ച് കൂവരുത്. ഏകനായിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദൈവമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ അറിയണം. ഒന്നൂടെ വായിച്ചത്. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. നുകം വെക്കുമ്പോൾ അതറിയാം, അമ്മയ്ക്കറിയാം, അപ്പായാണ് നുകം വെച്ചിരിക്കണമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. ഈശോ കാണാതെ പോയില്ലേ? ഈശോ കാണാതെ പോയപ്പോൾ അപ്പനും അമ്മയും കൂടി തിരക്കി ചെല്ലുമ്പോൾ ഈശോ ചോദിക്കണത് അമ്മയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ? നിങ്ങളെന്താ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ? വേണമെങ്കിൽ ഈശോക്ക് അത് ചോദിക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന നെഗറ്റീവ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തോട് പറയുന്നത് മറിയമാണ്. കൈയടിച്ച് കിടത്താൻ ആരാധനയിലൂടെ പാഠശാലയിൽ ഇരുന്ന് കർത്താവിനെ പറ്റി ധ്യാനിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. അതായത് മനുഷ്യന് യൗവനത്തിൽ നുകം വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തർ പറയത്തില്ലേ ഉടനെ അവരെന്ത് പറയാനാണ്? അവർ പിശാചിനുണ്ടായിരിക്കും നിങ്ങൾ പറയണത്. നാത്തൂനായിരിക്കും കാര്യം ശരി. അവർ ചിലപ്പോൾ സാരി എടുത്ത ചുരിദാറിട്ട പിശാചായിരിക്കും. അറിയത്തില്ല, നമുക്കറിയത്തില്ല. അവർ പറയും കൊള്ളാം, നീ എങ്ങനെ ആട്ടും തുപ്പും കൊണ്ട് കിടക്കുക, അവിടെ വായിട്ടും കുത്തും, അവളുടെ വായിട്ടും കുത്തും മേടിച്ച് അവിടെ കിടക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് ഇറങ്ങില്ല, അഭ്യാസം ഞാൻ കാണിച്ചത് നിർത്തി കളഞ്ഞു. അതല്ലേ അവർ പറയത്തുള്ളൂ. അതല്ലേ അവർ നിങ്ങളെ പറയുന്ന ആൾക്കാർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇതല്ലേ പറയത്തുള്ളൂ. അവളുടെ ക്യാമത്തല്ലേ പറയത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിന് വേണ്ട. കൈയടിച്ച് കർത്താവ് അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അപ്പൊ ഈശോയുടെ വായും തന്നെ ഇത് കേട്ടപ്പോൾ അമ്മ എന്താ ചെയ്തത്? ഉടനെ പറയണ എന്താ? 2:48 ലൂക്കാന്റെ സുവിശേഷം. ലൂക്കാ 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം. അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല.
പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾ ഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കണതിൻ്റെ പൊരുൾ എന്താണെന്ന് ചില സമയത്ത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ദൈവം എന്താ ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അപ്പോഴങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉള്ള വിശ്വാസം കളയുകയല്ല ചെയ്യേണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് ആധ്യാത്മിക നടപടി എന്ന് പറയണത്. അപ്പോൾ എന്താണ്? അവിടുന്ന് നിങ്ങളുടെ മേൽ നുകം വെക്കുമ്പോൾ നിങ്ങൾ ഏകനായിരിക്കണം. പിന്നെ എന്താണ് കാര്യം? ഇത് ആവശ്യമില്ലാത്ത പാട്ടിക്കൊണ്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഏകനായിരിക്കുന്ന അർത്ഥം എന്താ? ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നതിൻ്റെ അർത്ഥം. അമ്മ അതാണ് ചെയ്യണത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലിരിക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ദൈവത്തിൽ സംഗ്രഹിച്ചെന്നായി പറയണത്. മനസ്സിലായില്ലേ? അതുപോലൊരു ടൈമാണ് ഗ്രേസ് ടാപ്പിംഗ് ടൈം എന്ന് പറയണത്. ദൈവത്തിൻ്റെ ശക്തി സംഭരിക്കുന്ന സമയം, അത് സഹനത്തിൻ്റെ സമയമാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, ഞാൻ ഉപവസിച്ചാണല്ല, ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്താണല്ല, ഞാൻ പൊതിച്ചോറ് കൊടുത്താണല്ല, ഞാൻ വസ്ത്രം കൊടുത്താണല്ല. മിണ്ടിപ്പോരുത്, മിണ്ടരുത്. കാര്യം ഇപ്പോഴും ഇവളെന്താ സംഭവിച്ചിരിക്കണത്? അവൾ നല്ല ആഴമുള്ള കുട്ടിയാണ്. അവൾ പറഞ്ഞ്, കർത്താവേ നിനക്ക് എന്നെ ഒന്ന് ഓർപ്പിച്ച് തരാൻ പാടില്ലായിരുന്നോ? 15 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലല്ലോ, കണ്ടെത്തി അങ്ങനെ ഒന്നും അവൾ പറഞ്ഞില്ലല്ലോ. സങ്കടപ്പെട്ടെന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിക്ചർ മാറിയില്ലേ? അവളുടെ മനസ്സിലെഴുതിയിരുന്ന മനസ്സിലുണ്ടായിരുന്ന ഉത്തരം മുഴുവനും അത് കറുപ്പിച്ചിരുന്നെങ്കിൽ അവൾ തോറ്റുപോയില്ല, നെഗറ്റീവ് മാർക്ക് അടിച്ച്. അപ്പോൾ ദൈവം എല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ. അതാണ് നുകം വെക്കണത് നല്ലതാണെന്ന് പറയില്ലേ? നുകം വെക്കണത് നല്ലതാണ്. ഈശോയുടെ ഒരു രീതി അറിയാമല്ല. ഈശോ സഹനം തരുമ്പോൾ അത് വെള്ളം കാണുമ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീടത് മനസ്സിലാകും. ഇപ്പോൾ ഒരു ഓട്ടിസം കുഞ്ഞിനെ കർത്താവ് തന്നിരിക്കണം വിചാരിച്ചു, അത് നമുക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ പറയണത്, നിങ്ങളെന്താ പറയണത്? എൻ്റെ അനിയത്തി നല്ല അടിപൊളി പിള്ളേരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിനൊക്കെ നല്ലോണം പഠിക്കാൻ നടക്കണം, എനിക്ക് മാത്രമേ ഈ പിജാതിനെ തന്നെന്ന് പറയും. പുറത്ത് പറയത്തില്ലേ, കുഞ്ഞിനെ കേൾപ്പിച്ചും പറയത്തില്ല, മനസ്സിൽ വിചാരിക്കും. ഞാൻ പറഞ്ഞ ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. മിണ്ടരുത്. കർത്താവ് അവിടെ നിങ്ങളുടെ മുൻ നുകം വെക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കണം. കാര്യം നിങ്ങളുടെ ഭർത്താവ് പോലും അത് നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വളരത്തില്ല. കാര്യം അത് അമ്മയാണല്ലോ ഇതിൽ അനുഭവിക്കുന്നത്. അപ്പനും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഓട്ടിസം കുഞ്ഞിൻ്റെ കാര്യം മുഴുവൻ അനുഭവിക്കുന്നതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പങ്കുചേരുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പളായിട്ടുള്ള എമൗണ്ട് അമ്മയുടെ കയ്യിലാണ് വരണത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അൽഫോൻസാമ്മയേക്കാൾ വലിയ റാങ്കിലേക്കാണ് ദൈവം ഇപ്പം തന്നെ വിളിച്ചിരിക്കണത്. അൽഫോൻസാമ്മയേക്കാൾ വലിയ, നിങ്ങൾക്കിന്ന് തീയിൽ കൊണ്ടുപോയി കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങളുടെ കൈ മാത്രമല്ല, നിങ്ങളുടെ ശരീരം മൊത്തം അടപ്പിൻ്റെ തിരിക്കുകയും. അൽഫോൻസാമ്മയെപ്പോലെ ഇനി നിങ്ങൾക്ക് കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ശരീരം മുഴുവനും ഈ ജന്മം തന്നെ അടപ്പിലിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. അമ്മ നമുക്ക് നൽകുന്ന കൃപയ്ക്ക് മേൽകൃപയാണിത്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞിനെ പോറ്റി വളർത്താൻ, ദൈവം ആഗ്രഹിക്കുന്ന അത്രയും വളർത്താൻ എനിക്ക് അഭിഷേകം തരണമേ. ക്ലേശങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, രോഗങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, വേദന അനുഭവിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി എന്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ വേണ്ടുന്ന ആഹാരം പോലെ ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേൽ ക്ലേശങ്ങള്, ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേലുള്ള ക്ലേശങ്ങൾ കൃപയുടെ മേൽ കൃപയായി, കൃപയുടെ മേൽ കൃപയായി എന്നെ ദൈവം വിളിച്ചതിന്റെ ദൈവസ്നേഹമായി അനുഭവിച്ച അഭിഷേകം പ്രാപിക്കാൻ ആത്മജ്ഞാനം നൽകണമേ, എനിക്ക് ആത്മജ്ഞാനം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ യൂട്യൂബിൽ ധ്യാനം കൂടിയുള്ള കൈപൊക്കിക്കുക. അയ്യോ ഇത്രയും വരെയുള്ളൂ യൂട്യൂബിൽ കൂടിയത്? നിങ്ങൾ സ്ഥിരയുടെ വന്ന് കൂടുന്നവരാണ്. എൻ്റെ മക്കളെ, നിങ്ങളിവിടെ കൂടിയാൽ യൂട്യൂബിൽ ഒരു പ്രാവശ്യം കൂടി കൂടിയിട്ട് അതിൻ്റെ അന്തസത്ത നിങ്ങൾ
മനസ്സിലാക്കിയെടുക്കണം. കാര്യം അത് നമ്മൾ ധ്യാനം കൂടാൻ വചനം കേൾക്കുകയല്ല, ഉടമ്പടിയിൽ ഉയരുകയാണ് നമ്മൾ ചെയ്യണത്. ഉടമ്പടിയുടെ ആഴങ്ങളിലേക്ക് ആഴപ്പെടുകയാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ധ്യാനം ഇവിടെ മാത്രമല്ല ലോകത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അച്ഛനാണെങ്കിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടിയോ ധ്യാനിപ്പിക്കുകയോ കൊച്ചു കഥ പറയാൻ വേണ്ടി കഥ പറയുകയോ ഒന്നും നമ്മൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല. എല്ലാം കർത്താവിന് വേണ്ടി മാത്രം വാദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം എടുത്ത് ദൈവത്തിന് അവിടെ ഒരു സ്ഥാനം കിട്ടി നിങ്ങൾ ദൈവത്തിൽ വളർന്നുയർന്നു വരാൻ വേണ്ടി ഉള്ള ഇറ്റുനോവ് മാത്രമാണ് നമ്മുടെ ധ്യാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ ഒത്തിരി പേര് ധ്യാനം കൂടുന്നുണ്ട്, അവർ സാക്ഷ്യം പറയുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ ആഴമുള്ള ഇരുത്തം വന്ന സുവിശേഷത്തിൻ്റെ സന്തോഷമുള്ള സാക്ഷികളായി വളരണം. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സന്തോഷം ഭൗതിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അടിസ്ഥാനം. ഇപ്പോൾ ചില ബർത്ത്ഡേയൊക്കെ വിഷ് ചെയ്യുമ്പോൾ ഭർത്താവ് ഭാര്യ ഭർത്താവിനെന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഇങ്ങനെ സർപ്രൈസ് അടിച്ച് നിങ്ങളെല്ലാം ഞരമ്പ് രോഗികളായിപ്പോയില്ലേ? എൻ്റെ മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സർപ്രൈസിന് മാത്രം നമ്മുടെ ജീവിതം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഉള്ള അവസ്ഥ എന്താണ്? നമ്മൾ ഒരിക്കലും ദൈവത്തെ വളരത്തില്ല. ദൈവത്തിൽ നിന്ന് നമുക്ക് സർപ്രൈസ് അല്ല ലഭിക്കണത്. ഇപ്പോൾ എന്താ പ്രശ്നം? ആൾക്കാരുടെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് പ്രൈസ് മെക്കാനിസം പോലെ സർപ്രൈസിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ എക്സ്പെക്റ്റേറ്റീവായിട്ട് ഇങ്ങനെ ആൾക്കാരെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഈ പണ്ടാരത്തിന് നമ്മൾ ഒരു കാലത്ത് ആധ്യാത്മികം വളർത്താൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാര്യം ഇതിനെ ട്യൂൺ ചെയ്തിരിക്കണത്, ഇതിനെ ഒന്ന് ഇങ്ങനെ ഇളിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് കൊടുക്കണം. എൻ്റെ അമ്മ എന്ത് കഷ്ട! ഇതിൻ്റെ മുഖം ഒന്ന് തെളിയണമെങ്കിൽ നമ്മൾ സർപ്രൈസ് കൊടുക്കണം. ഓരോ ഭർത്താക്കന്മാരൊക്കെ എന്തെല്ലാം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാവേവേര് കെട്ടി തൂങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മക്കളെ സർപ്രൈസ് വേണ്ട നമുക്ക്. നമ്മൾ ദൈവത്തിൽ നിങ്ങളെ കുറച്ച് ഈടുള്ള ഒരാൾക്ക് മാറുക. കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത സർപ്രൈസൊക്കെ അറിയാവില്ല, ഒരു 1.5 സർപ്രൈസായി പോയി. പക്ഷേ എന്താ സംഭവം? അവർക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ജ്ഞാനമുണ്ട്. ഇതെല്ലാം കൃപയ്ക്ക് മേൽ കൃപ അവരെ വർദ്ധിപ്പിച്ചെടുത്തിട്ട് നിത്യതയിൽ അവരെ ഇങ്ങനെ ഭൂസ്വലോരാജ്ഞിയായി മുട്ടിത്തിരിപ്പിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. അത് വല്ലാത്ത സർപ്രൈസാണ്, സ്വർഗത്തിൻ്റെ സർപ്രൈസ്. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം സ്വർഗത്തിൻ്റെ സർപ്രൈസ് ആയിരിക്കണം, അല്ലാതെ കാലത്തിൻ്റെ ലോകത്തിൻ്റെ വല്ല. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു, ഒരു സാക്ഷ്യം ലഭിച്ചു. സാക്ഷ്യം ബേസിക്കായിട്ട് എന്താണ്? അടയാളമല്ലേ? അല്ലേ? അടയാളം ബേസിക്കായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വപ്പെട്ടതിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ്? സാത്താൻ്റെ പുറന്തള്ളലാണ്. കൈയിടിച്ച് കർത്താവേ എന്താണെന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് നല്ല വചനങ്ങൾ തരുന്നുണ്ട്. കർത്താവ് നമ്മളോട് മനസ്സ് തുറക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ശക്തി ലഭിക്കുന്നുണ്ട്. നമുക്ക് നല്ല പാട്ട് തരുന്നുണ്ട്. നമ്മൾ സുവിശേഷത്തിൻ്റെ ആഹ്ലാദത്തിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശക്തി ധരിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മൾ സൗഖ്യം ധരിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്. ഉടമ്പടി ഉയർപ്പിൻ്റെ സമയമാണ്. ശ്രുതിക്കട്ടെ, ഭാഷാപരത്തോടെ ശ്രുതിക്കട്ടെ. എനിക്ക് പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാരെ ചെങ്കടൽ പിളർത്തി മേഘത്തിൻ്റെ തണൽ ചൂടി പകലും രാത്രി തൂത്തൂണിൻ്റെ വെളിച്ചം കാണിച്ച് രാത്രിയും നയിച്ച ദൈവത്തിൻ്റെ കാരുണ്യമൊക്കെ ഓർത്താലേ ഒരു ജന്മം നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും. അത്രയും ദൈവസ്നേഹമാണ് പഴയ നിയമത്തിൽ നിന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിലാണ് ദൈവം നേരിട്ട് മനുഷ്യനെ മാംസമായി നമ്മുടെ ഇടയിൽ വന്നുകൊണ്ട്
ഈ കരുണ നമുക്ക് ചൊരിയണ ഒരു കാലമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ ജീവിച്ച് തീർക്കുന്നത്. കൈ അടിച്ചുകൊണ്ടും ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് ചിരിക്കട്ടെ. ഇതേന്നേരം നമുക്ക് കർത്താവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, നിങ്ങൾക്കത് ക്ലേശമെങ്ങാനും ഒരു ക്ലേശം വന്നാൽ അത് നിങ്ങളെ ഗ്രേസ് ടൈമായിട്ട്, കൃപയുടെ സമയമായിട്ട്, കൃപയുടെ നേരമായിട്ട് നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് സ്തുതിച്ച് കർത്താവിൽ സന്തോഷിക്കണം. കാര്യങ്ങളാണ് നിങ്ങളെ ബലപ്പെടുത്തുന്ന സമയമാണത്. നുകം വെക്കുമ്പോഴേ, നിങ്ങൾ മൗനമായിരുന്നാൽ മതിയെന്ന് പറയുമ്പോഴേ നുകം വെക്കുക എന്ന് വെച്ചാൽ നിങ്ങളെ ബലപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഒരു നുകം വെക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ബലമുള്ളവരായി ദൈവം കണ്ടിരിക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ദൈവത്തിലെ പുതിയ നിയമത്തിലെ നമ്മൾ കർത്താവായ ഈശോയിലൂടെ നമ്മൾ അനുഭവിച്ച് കൂട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വേരുകൾ പഴയ നിയമത്തിലെ അപ്പായിയുടെ വഴിനടത്തിലാണ് കിട്ടണത്. അത് കാരണം ഈ സമ്പൂർണ്ണ ബൈബിള് എപ്പോഴും നമ്മൾ വായിക്കുന്നതിൻ്റെ കാരണം അതാണ്. കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വചനം വായിക്കണത്? ഉടമ്പടി എടുത്തവരെ വചനം വായിക്കണമെന്ന് അച്ഛൻ പറയത്തില്ലേ? അല്ലേ? വായിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. എന്തിനാ വചനം വായിക്കണമെന്ന് പറയാമോ? അതായത് അതിനൊരു ഉദ്ദേശമുണ്ട്. അതായത് ഇപ്പം നമ്മൾ അക്വേറിയത്തിൽ, ഞാൻ യൂത്തിനോട് പറയാറുണ്ട്, അക്വേറിയത്തിൽ മീൻ വളർത്തുന്ന സ്ഥലമില്ലേ, നമ്മൾ ഗ്ലാസ് ടാങ്ക്, അതിൽ നമ്മൾ മത്സ്യം വളർത്തല്ലേ, ഗപ്പി ഗൗറയൊക്കെ വളർത്തും. അതിൻ്റെ അകത്ത് നമ്മൾ ഓക്സിജൻ മോട്ടർ വെച്ച് ഓക്സിജൻ കൊടുക്കും അല്ലേ? കൃത്രിമ ഓക്സിജൻ കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ എന്താ കൊടുക്കുക? പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റൊക്കെ വളർത്തത്തില്ലേ അല്ലത്? ഓക്സിജൻ കിട്ടുന്ന പ്ലാന്റ് വളർത്തും. അതെന്തിനാണ്? ആ മത്സ്യത്തിനാവശ്യമായ പ്രാണവായു നമ്മൾ കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ തളരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടായി, മക്കൾ തന്നെ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അപ്പ സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് അതിന് കിംവദന്തികൾ പറഞ്ഞ് പരത്തുക, നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളുടെ ഒരു ഒരു മനസ്സ് ഫ്രീ ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്കറിയാം എന്നെക്കുറിച്ച് എന്തെല്ലാം തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വീഡിയോ വന്ന് അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്. അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ ഉടനെ അവരെ സപ്പോർട്ട് ചെയ്യും. അതെന്താ പ്രശ്നം? നമ്മൾ ഫ്രീയാണ്, നമ്മളതൊന്നും ബാധിക്കണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ അല്ലേ, നമ്മൾ ആക്രമിക്കണ കാലത്ത് നമുക്ക് 2 ലക്ഷം വ്യൂസാണ് നമുക്കുണ്ടായത്. ഇപ്പം അത് 10 ലക്ഷമാകാൻ പോകണം. കർത്താവ് വല്ല അടയാളം കുറച്ചിട്ടുണ്ടോ? കർത്താവ് തോൽപ്പിക്കാതെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കുക. അപ്പോഴെന്ത് സംഭവിച്ചത്? എന്തെങ്കിലും ഇതിന് മനസ്സിന് ഒരു ഭാരം തോന്നിയാൽ അപ്പോൾ തന്നെ മക്കളെടുത്ത് ബൈബിളെടുത്ത് വായിക്കണം. മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈബിൾ എനിക്ക് പോലും ചില ഭാഗം മനസ്സിലായിട്ട് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് ഡൗണായി പോകത്തില്ലേ? നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവ് ഡൗണായി വഴക്ക് കൊണ്ടോ, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ പരീക്ഷ തോരെന്ന് വിചാരിച്ചോ, അത് നിങ്ങൾ തന്നെ IRTS തോരെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു എടുക്കാമെന്ന് പറഞ്ഞ ആൾ നമ്മൾ പലരും ആൾക്കാരുടെ ഡേറ്റ് പറയും, പക്ഷേ അയാൾ അവസാനം ഇന്നലെ കാലം മാറിയെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ എവിടെ പോകാനാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറിക്കിടന്ന് വിഷമിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക? അപ്പോഴും വിശ്വാസം വിടാതെ ബൈബിൾ എടുത്ത് വായിക്കണം. കാര്യം ബൈബിള് ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ചവരുടെ അനുഭവ സാകല്യമാണ് ഈ ബൈബിളെന്ന് പറയുന്നത്. അത് മുഴുവനും പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന. നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇൻസ്പിരിറ്റഡ് ആകും. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ
ഇപ്പം നമുക്ക് കുമ്മായ ഇപ്പോൾ ഒരു കരിമീൻ നമുക്ക് വളർത്തണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? ആ പുഴയിൽ അല്ലെങ്കിൽ ആ കുളത്തിൽ പോയിട്ട് അതിൻ്റെ pH ടെസ്റ്റ് ചെയ്യും. pH കുറവാണെങ്കിൽ മീൻ വളരത്തില്ല. ഉടനെ നമ്മൾ അതിൻ്റെ അകത്ത് കുമ്മായം എടുത്തിടും. pH കറക്റ്റ് ചെയ്യും ഇല്ലേ? എന്നിട്ടാണ് നമ്മൾ പിന്നെ മീനിനെ ഇടുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആൾക്കാർ നമ്മളെ അപമാനിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഭാരപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മദ്യപാനമോ മക്കളുടെ അപ്പൻ്റെ എന്തെങ്കിലും തോന്നിവാസമോ നിങ്ങളെ കേട്ട് നിങ്ങളെ ഭാരപ്പെടുമ്പോൾ നിങ്ങളുടനെ നിങ്ങളുടെ pH ഡൗണായി പോകും. നിങ്ങളുടനെ കുമ്മായി ഇടുന്ന പകരം എന്ത് ചെയ്യും? നമ്മൾ ബൈബിളെടുത്ത് വായിക്കും. ഇപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു അത്യാവശ്യമാണ്. അത് എസ്പെഷ്യലി ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, പ്രയാസമുള്ള സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഭാരപ്പെട്ട സമയത്ത് വിശുദ്ധ ഗ്രന്ഥം പ്രാപിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പരിശുദ്ധാത്മാ കൃപയില് നിലവാരപ്പെടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. വചനം വായിക്കാനുള്ള പ്രത്യേക കൃപ, വചനം വായിച്ച് അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് ഈ നിമിഷം പ്രത്യേക കൃപ നൽകണമേ. പ്രത്യേക കൃപ നൽകണമേ. ഈ ഞരമ്പ് ഒന്നും വരച്ചു മുറുകാതെ ഞാൻ പതുക്കെ സാവധാനത്തെ സാന്ത്വനമായി സന്തോഷത്തോടെ നിങ്ങളോട് വചനം പറയുമ്പോഴേ കർത്താവ് നിങ്ങളോട് സന്തോഷത്തോടെ സംവദിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് മീൻസ് കർത്താവ് നിങ്ങളെ അവിടെ ദൈവസ്നേഹത്തോട് കർത്താവ് നിങ്ങളോട് പെരുമാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമായാലും നമുക്കറിയാമല്ലോ, ഉടമ്പടിയുടെ സാക്ഷികളുടെ റേഞ്ച് എന്ന് പറയണത്. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷി ഞാൻ കിട്ടെ ഭയങ്കര ചിരിച്ചു പോയി. എന്താ പ്രശ്നം? അയാൾക്ക് പെണ്ണ് കിട്ടണില്ല, അതാണ് പ്രശ്നം. കാര്യം ഞാനിങ്ങനെ ചിരിച്ചെങ്കിലും ഒത്തിരി പേർക്ക് ജീവിത പങ്കാളെ കിട്ടണില്ലേ. ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. ചെറുക്കന്മാർക്ക് പ്രത്യേകിച്ച്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡൊന്നും പോണില്ല. എന്നാലും ഞാൻ എല്ലാവർക്കും കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്നെ കർത്താവിനോട് പറയുകയും ചെയ്യണത്. അപ്പോൾ ഒരു ചേട്ടനോട് സാക്ഷ്യം പറഞ്ഞു. അയാൾ 18 പെണ്ണുങ്ങളെ കണ്ട് ഒരു പെണ്ണിനും പുള്ളിയെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ തുറന്ന് പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനുണ്ട്. എന്താ കാര്യം? എന്താ? സൗന്ദര്യം കുറവാണ്. പിന്നെ എന്താ? വീടില്ല. വീടുണ്ട്, പക്ഷെ അത്ര നല്ല വീടല്ല. ഇപ്പം നമ്മുടെ പെൺപിള്ളേർക്കൊക്കെ ഇപ്പോൾ ഒരു അടുക്കള രാജകൊട്ടാരം പോലെ ആകണ്ടേ, അതാണ് പ്രശ്നം. ആരാണ്ട് സിനിമാ നടിയൊക്കെ പറഞ്ഞ അടുക്കള രാജകൊട്ടാരം. ഇപ്പം എല്ലാവരും പറഞ്ഞു എൻ്റെ രാജകൊട്ടാരം. അപ്പം അതായത് നമ്മൾ എൻ്റെ മക്കളെ വളരെ വളരെ ശ്രദ്ധിക്കണേ. ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ ആഗ്രഹിച്ച് വരികയും ചെയ്യുന്നു. നമ്മളുടെ ഇവിടെ കൊമേഴ്സ്യലായിട്ടുള്ള ലോകം, വ്യാപാര ലോകം നമ്മളെ ഭ്രമിപ്പിച്ചിട്ട് ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് അവർ വരച്ചിടുകയാണ് നമ്മുടെ ജീവിതം. കമ്പനിക്കാർ നമ്മുടെ ജീവിതം വരച്ചിടുകയാണ്. എന്നിട്ട് ഓരോരോ സംഭവങ്ങൾ കാണിച്ച് കൂട്ടുന്നു. എന്നിട്ട് അതാണ് അടുക്കള എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോ പരവാസത്തേക്ക് നമ്മൾ പരവാസത്തേക്ക് ചെല്ലുമ്പോൾ പുതിയ ഏർപ്പാടുകളാണ് അവിടെ കാണുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ എത്ര രൂപയായെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പറയാതിരിക്കണം നല്ലതെന്നായിരിക്കും അവർ നമ്മൾ പറയണം. അപ്പോൾ രൂപപ്പോഴും പറയത്തില്ല. ഇതൊന്നും പറയാതിരിക്കും നല്ലതെന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയൊക്കെ കിച്ചൺ ഉണ്ടാക്കുന്ന ആൾക്കാർ. ആപ്പാടെ 2 പേർക്ക് തിന്നാനാണ്. അതാണ് കഷ്ടമേ. ആ വലിയപ്പനും വലിയമ്മ അവിടെ ഇരുന്ന് തിന്നണ കാണാം. 20 ലക്ഷം കിച്ചൺ, 20 ലക്ഷം രൂപയുടെ കിച്ചണിൽ ഒരു വലിയപ്പനും വലിയമ്മയും കൂടി അവിടെ ഇരുന്നൊരു തിന്നണ കാണാം. എന്താ തിന്നണത്? ടപ്പിയൊക്ക വിത്ത് ചോക്ലേറ്റ് ബ്രാൻഡിങ്. കപ്പയും മുളകിനും വേണ്ടി റിസോർട്ടുകാർ കൊടുത്ത പേരാണത്. അവരതിന് മേടിക്കണ 200 രൂപയാണ്. ഒരു കപ്പയും ഒരു മുളകിനും കൂടി മേടിക്കണത്. ഇത് തന്നെയാണ് നമ്മുടെ അടുക്കള ഉണ്ടാക്കിയിരിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് കഴിക്കുന്ന സാധനം ഇതാണ്. അത് നമ്മളാരും കഴിക്കണമില്ല. അവിടെ അപ്പാപ്പനും അമ്മാമ്മയാണ് കഴിക്കണത്. അവർക്കെല്ലാം കഴിക്കാനും പറ്റണില്ല, ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട്. അടുക്കളയുടെ വില ആർക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല. ഇതിവിടെ കഴിക്കണ ആൾക്കാരാരാണ്? അവർക്ക് കഴിക്കാൻ പറ്റാത്തതാണ് പല ആഹാരവും.
അവർ മരുന്നിലാണ്. നമ്മളൊക്കെ കാനഡയിലല്ലേ, ഇവരൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുകയല്ലേ. ഈ കഴിക്കാൻ പറ്റാത്ത ആഹാരം അതിനാണ് 20 ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്താ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എസ്റ്റീമാനാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത്. നാട്ടുകാരുടെ മുമ്പിൽ ആൾക്കാരെ ബ്രാൻഡ്, അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ട് ആൾക്കാരുടെ കേമത്തം നിശ്ചയിക്കുന്ന ഒരു കാലം. നമ്മുടെ കേമത്തം നിശ്ചയിക്കുന്നത് അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കേമത്തം കാണിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല മക്കൾ, നല്ലതാണ്. കിഡ്നി ബാങ്കുകാർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ പ്രശ്നം. ഈ കടങ്ങളെല്ലാം വന്നിരിക്കണത് എങ്ങനെയാണ്? ഒരു 50 കൊല്ലം മുമ്പേ നമ്മുടെ അപ്പപ്പന്മാർക്ക് കടമില്ലാഞ്ഞല്ലോ. 50 കൊല്ലം മുമ്പ് അപ്പപ്പന്മാർക്ക് കടമുണ്ടായിരുന്നോ? വളരെ കുറച്ച്. വല്ല കടമുണ്ടായിരുന്നു, വല്ല വസ്തു മേടിച്ച കടം മാത്രമേ ഉള്ളവർക്ക്. വസ്തു മേടിച്ച കടവും ആണ് ഉണ്ടായിരുന്ന കടം, വേറൊരു കടമില്ല. ഇപ്പോൾ വസ്തു മേടിച്ച കടമല്ല ഉള്ളത്. ഇപ്പം ഇതുപോലെയുള്ള ആ സ്ഥാപനജംഗം വസ്തുക്കൾ ഉണ്ടാക്കുന്ന കടങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അത് മക്കളാണ് കാര്യം. നമ്മളെല്ലാം മക്കളുടെ മാതാപിതാക്കന്മാർ മക്കൾ ഫ്രണ്ടിലല്ലേ. അപ്പം മക്കളാണ് തീരുമാനിക്കണം ഓരോ കാര്യം വീട്ടിൽ. ആ മക്കളെങ്ങനെ തീരുമാനിക്കണം? അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിവിടെ മേടിപ്പിക്കും. ഇതെവിടെ നിന്ന് മേടിക്കാനാണ്? ബാങ്കിൽ പോയി കടമെടുത്താണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരണത്. ഏത് കാലത്തെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്? അവസാനം മൊത്തം ഇതെല്ലാം വിൽക്കേണ്ടി വരും. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ആരാണ്? നിങ്ങൾ തന്നെയല്ല, ദൈവം അല്ലല്ല. അപ്പം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അതിനൊരു പ്രൊട്ടക്ഷൻ വേണം. ഉടമ്പടി ഉണ്ടെന്നും പറഞ്ഞ് ഉടമ്പടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടി ഉടമ്പടിയുടെ എനർജി ലൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് വളരണത്? ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിൽ ഓക്കെ, ഞാൻ ആകപ്പാടെ കടം മേടിക്കാൻ പറയുന്ന സാധനം വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം കാര്യം അത് പുതിയ തലമുറ അതിൻ്റെ ബുദ്ധിമുട്ട് അവരെല്ലാം അനുഭവിക്കണം. അപ്പോൾ അവരൊന്ന് പൊക്കി വിടാൻ കുഴപ്പമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ ദൈവത്തെ നിരക്കുന്നതാക്കി എടുക്കണം. ഉടമ്പടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ച് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ഇഷ്ടമുള്ളവർ ജീവിക്കുകയല്ല, മറിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവർ ജീവിക്കുകയാണ്. കൈയിടിച്ച് കർത്താവിന് സ്തുതിക്കട്ടെ. എപ്പോഴും മക്കൾ നല്ല വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. കാര്യം അമ്മ നിങ്ങളെ കൈവിടത്തില്ല. പിന്നെ നിങ്ങൾ കൈവിടാൻ പറ്റുന്ന രീതിയിൽ കസരത്ത് കാണിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത്. അത് ശരിയായ ഉപദേശമാണ്. ഇപ്പോൾ ഈ ബിനുവിൻ്റെ കേസ് കണ്ടില്ലേ? ബിനു എന്താ പറയണത്? 18 പെണ്ണുങ്ങളെ കണ്ടിട്ട് 18 വർഷമായി ഇടുക്കിക്കാരൻ ബിനു കല്യാണത്തിന് ഒരു ജീവിത പങ്കാളി അന്വേഷിച്ച് നടക്കുന്നത്. 18 വർഷമായിട്ട് 18 സ്ത്രീകളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് പോലും ഈ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തീർന്നില്ലേ? അതിന് പിള്ളേർക്കാണെങ്കിൽ ഷാറുഖ് ഖാനെ മാത്രം മതി. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നമേ. അതെന്ത് എൻ്റെ മക്കൾ ഇതൊരു അഭിഷേകമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരാളെ ദൈവം തരുന്ന ഇണയെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയും ഇതാണെന്ന് പറയും. ദൈവം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പണ്ട് റബേക്കയോട് ചോദിക്കണേ, റബേക്ക ഒട്ടക തെളിക്കുന്ന ആളിനോട് ചോദിക്കണ കേട്ടില്ലേ, ആ വയലിലൂടെ പോണത് ആരാണെന്ന്. അവൾക്കൊരു വൈബ് കിട്ടി. അതാണ് പ്രശ്നം. ഒരു വൈബ് കിട്ടി. ആ വയലിലൂടെ പോണത് ആരാണ്? അത് അപ്പോൾ ഇയാൾ പറയുക അതാണ് എൻ്റെ യജമാനൻ, നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന ജീവിത പങ്കാളി. അപ്പം തന്നെ അവൾ മുഖമെടുത്ത് മറച്ചു. ഒരു അഭിഷേകത്തിൻ്റെ വൈബാണത്. ജീവിത പങ്കാളി കാണുമ്പോൾ തന്നെ ദൈവം തന്നതാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ അതിൻ്റെ അകത്ത് മമ്മൂട്ടിനെയും അതുപോലെ ഷാരൂഖ് ഖാനും തന്നെ കാണണമെന്ന് പറയുമ്പോഴാണ് അഭിഷേകത്തിൻ്റെ നിലവാരം പോകും. ദൈവത്തെ അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കണം. ജീവിത പങ്കാളിയെ ആദ്യം മുതലേ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഋതുമതിയാകുന്ന സമയം മുതലേ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആൺപിള്ളേർക്കാണെങ്കിൽ ഒരു 10-12 വയസ്സ് 15 വയസ്സാകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. എപ്പോൾ കെട്ടിയാലും ദൈവം തരുമ്പോൾ കെട്ടിയോ. പക്ഷേ ദൈവത്തിനടുത്ത് ജീവിത പങ്കാളിയുണ്ട്. ബിനു എന്ന് പറഞ്ഞത് അവസാനം നമസ്തേ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടും അമ്മ ജീവിത പങ്കാളിയെ കൊടുത്തില്ല. ഇടുക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബിനു, അമ്മേ 18 കൊല്ലമായി ഒരു പെണ്ണന്വേഷിച്ച് നടക്കണം, ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല.
18 കൊല്ലമായി 18 പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആർക്കും അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ജീവിത പങ്കാളി ഇല്ലല്ലേ അമ്മേ? അമ്മയുടെ അടുത്ത് വന്നിട്ടും ഇല്ലല്ല. അതാണ് വിഷയം. ഉടനെ ഞാൻ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അവിടെ കാട്ടിൽ 3 സഹോദരന്മാർ താമസിക്കുന്നുണ്ട്. അപ്പം ഏകസ്ഥനായി ജീവിക്കാൻ തീരുമാനിച്ച്. ഏകസ്ഥനായി ജീവിക്കുമ്പോൾ നാളെ കാട്ടിൽ പോയിടും. നിങ്ങൾക്ക് കാട്ടിലെ 3 സഹോദരന്മാർ ജീവിക്കാൻ അറിയാമല്ലോ, ഇടുക്കിക്കാർക്ക് അറിയാമല്ലോ. കാട്ടിൽ കുറേ നാളുടെ അവർ താമസിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ 10-12 വയസ്സ് വർഷമായെന്ന് തോന്നുന്നു. 3 സഹോദരന്മാർ കാട്ടിൽ താമസിച്ച് ഹെർമിറ്റിനെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി കൂടാൻ തീരുമാനിച്ചു, പെണ്ണ് കിട്ടാത്തതിൻ്റെ പേര്. അപ്പം നാളെ പോവുകയും അപ്പോൾ ഉടനെ അമ്മയ്ക്ക് സങ്കടമായി. ആർക്ക്? മാതാവിന്. ഉടമ്പടി എടുത്തിരിക്കണല്ലേ. ഉടനെ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ബിനുവിനോട് ചോദിക്കും, നിങ്ങൾ ബിനു അല്ലേ, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ബിനു പേടിച്ചു പോകും. കാര്യം അവൾക്ക് 20 വയസ്സ്, ഇയാൾക്ക് 38 വയസ്സ്, 43 വയസ്സ്. എന്ത് വ്യത്യാസമാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഭയങ്കര ഏജ് വ്യത്യാസമല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു നോക്കിയ മാതാവ് ചെയ്യണ കാര്യങ്ങൾ കണ്ടില്ലേ. അവൻ സങ്കടപ്പെട്ട് അവന് ജീവിത പങ്കാളി കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കാട്ടിലോട്ട് പോകാൻ പോയി. ഇനി അവൻ തിരിച്ചു വരാത്ത രീതിയിൽ. അപ്പോൾ അമ്മയോട് ചോദിച്ചത് കൊണ്ട് അമ്മ ഒരു പെൺകുട്ടിയെ, അങ്ങനെ പെൺകുട്ടികൾ ആരെങ്കിലും പോയി ചോദിക്കുവാ നിങ്ങൾ എന്നെ കെട്ടുവാന്ന്? ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷെ അമ്മ ചോദിപ്പിച്ചിരിക്കും, ഇതാണ് നിന്റെ അമ്മ. ശ്രുതികട്ടെ. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ രോഗം 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? രോഗം ഒന്നിൽ കൂടി രോഗമുള്ളവരില്ലേ, നെഞ്ചിൽ, വയറിൽ, ഉദരത്തിൽ ഒക്കെ രോഗമുള്ളവർ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം അഭിഷേക സമയത്ത്. ശ്രുതികട്ടെ മക്കളെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തിട്ടെ. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിനെ കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ മഹോരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ തലഭാരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്റെ തിരുമുറുപാർന്ന് വലത് കരം മക്കളുടെ ശിരസിൽ വെക്കണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവര്, ശിരസിൽ സിസ്റ്റുള്ളവര്, ബ്രെയിനിൽ സിസ്റ്റുള്ളവര് കർത്താവ് ഇപ്പം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ ബ്ലോക്കുള്ളവരെ തുടരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ ബ്ലോക്കുള്ള സിസ്റ്റുള്ള കിടപ്പ് രോഗികൾ, അതിനുപരി ശരീരം തളർന്നു പോയവരെ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ പേശികളിലും കൊശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിസർപ്പരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തത്തെ കഴുകപ്പെടട്ടെ. അസ്ഥിരോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, സ്രാവരോഗങ്ങൾ കർത്താവിൻ്റെ നാമം സ്പർശിക്കപ്പെടട്ടെ. ശ്വാസകോശ രോഗങ്ങൾ, പിസുര രോഗങ്ങൾ, പിസിയോടി രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, കരൾ വീക്കങ്ങൾ, ശ്വാസകോശ ചുരുക്കങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, സ്പൊണ്ടിലോസ് രോഗങ്ങൾ, സ്പൈന രോഗങ്ങൾ ഉച്ചമുതൽ ഉള്ളംകാലം വരെ യേശു ക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷ എഴുതാൻ പോകുന്നവരെ, പ്രൊഫഷണൽസ്, ഇൻ്റർവ്യൂ, ടെസ്റ്റിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ടെസ്റ്റ് ഇൻ്റർവ്യൂ, വിസ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവരെ, അതിൻ്റെ റിസൾട്ട്, അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, സാമ്പത്തികമായ പോരായ്മകൾ ഇപ്പോഴും ഉള്ളതുകൊണ്ട്
അത് അന്വേഷിച്ചിരിക്കുന്നവരെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതിന് മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കൾ ഇല്ലാത്തവരെ, കടകമ്പോളങ്ങൾ കൈമോശം വന്നു പോകുന്നവരെ, വാടകയ്ക്ക് താമസിക്കുന്നവരെ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ അതേസമയം തന്നെ ഓഫർ ലെറ്റർ വന്ന് വിസ വരാത്തവരെ, ഈ ആഴ്ചയിൽ കയറിപ്പോകുന്നവരെ, അവിടെ താമസിക്കാൻ സ്ഥലം ഇപ്പോഴും കിട്ടാത്തവരെ, ജോലിക്ക് സാങ്കേതികമായ തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നവരെ, അന്യരാജ്യങ്ങളിൽ ചെന്നിട്ട് പരീക്ഷ വീണ്ടും എഴുതാനിരിക്കുന്നവരെ, അവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ശക്തി നിലയ്ക്ക് ആവശ്യിച്ചുകൊണ്ട് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ മാറിപ്പോകുന്നതിന് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിലൂടെ എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ജീവിത ദുരിതങ്ങൾ, ദൈവ തടസ്സങ്ങൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക മക്കളെ. നമ്മളിനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഓട്ടിസം രോഗികൾ, കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, മക്കളില്ലാത്തവർ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, ഹൃദയത്തിന് ദൂരങ്ങളുള്ള കുഞ്ഞുങ്ങൾ, ശ്വാസകോശങ്ങളിലെ ഓക്സിജൻ തങ്ങി നിൽക്കാത്ത അവസ്ഥയുള്ളവരെ, മക്കളില്ലാത്തവരെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുടിക്കാൻ വെള്ളം കിട്ടാത്തവരെ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഇടിമുഴക്കുമ്പോൾ സ്തുതിക്കട്ടെ. Lord Jesus Christ, the fire finger, soak with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ മാർഗതടസ്സങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരെ, നിങ്ങളിത് നിങ്ങളുടെ വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയരുത് കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ കാര്യവും നടക്കാൻ വരും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ഇങ്ങനെ ട്രേസ് ഔട്ട് ചെയ്താൽ അത് നമ്മുടെ കാര്യമായിട്ട് എടുത്തിട്ട് ഉടമ്പടി ആരെല്ലാം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഈ ആഴ്ചയിൽ തന്നെ ഈ വിഷയത്തിന് അവർക്ക് വിടുതൽ ലഭിക്കണം. സാമ്പത്തിക കടങ്ങൾ വന്നിട്ടുള്ളവരെ, പണം കിട്ടാനുള്ളവരെ, ജോലിക്ക് പണം കൊടുത്തിട്ട് കൈമോശം വന്നിട്ട് പോയിട്ട് ആളുമില്ല, അർത്ഥവുമില്ല, പേരുമില്ല, ഊരുമില്ലാത്തവർ, ഇറങ്ങിപ്പോയ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺമക്കൾ, ഭർത്താക്കന്മാർ, അങ്ങനെ വരാനുണ്ടായ സാഹചര്യങ്ങൾ, ചില സ്ഥലങ്ങൾ വിട്ടുമാറണം. ചില സ്ഥലങ്ങളിൽ കൃഷി ഇട്ടിട്ടുണ്ട്. ഏലമായാലും ഇഞ്ചി ആയാലും കൃഷിയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം മക്കളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ കടൽക്ഷോഭകാലത്താണ് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ പോണത്. അവിടെ കടങ്ങളെല്ലാം പരിഹരിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടമാണിത്. കടങ്ങൾ അവരുടെ പരിഹരിക്കപ്പെടും. അവരെല്ലാം കടലിനെ സമർപ്പിച്ചുകൊണ്ട് ദുരിതപൂർണമായ കാലാവസ്ഥ ഉണ്ടാകുന്ന ആഗസ്റ്റ് മാസമാണ് വരുന്നത്. ഇനി ഒരു പ്രളയം ആവർത്തിക്കാതിരിക്കാൻ, കടക്ഷോഭങ്ങളായാലും ശരി, പ്രളയമായാലും ശരി, മറ്റു തരത്തിലുള്ള എല്ലാവിധ മനുഷ്യന് ദുരിതമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ ഇടിമുഴക്കം പോലെ കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ തൊഴിൽ മേഖലകളിൽ പ്രത്യേകമായിട്ട് നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ വിട്ടുപോയ ജീവിത ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം. മരിയൻ ഉടമ്പടിയിലും ഉടമ്പടി പുതുക്കിയും സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശുകൾ ജീവിതത്തിൽ പെരുകുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ മൗനം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവകൃപ കരയറ്റുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ